പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ജൂലൈ മാസം ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 27-ാം വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് തുടർച്ചയായ പഠനം. നാം വായിച്ച് കേട്ടതുപോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സ്നാനപ്പെടുന്നത് ഒരു സംഘടനയോട് ചേരുവാൻ വേണ്ടി അല്ല. പിന്നെ എന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, അഥവാ യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമായി തീരണമെങ്കിൽ നാം എന്തു ചെയ്യണം? ദൈവകൽപ്പനയാകുന്ന, ദൈവത്തിൻ്റെ ആലോചനയാകുന്ന, ദൈവത്തിൻ്റെ നീതിയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ചേ മതിയാകുള്ളൂ. ആർക്കെങ്കിലും അത് സ്നാനത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ സ്നാനം മാത്രമേ ഉള്ളൂ. ശിശു സ്നാനമെന്നോ മുതിർന്ന സ്നാനമെന്നോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന പ്രായം എപ്പോഴാണോ അപ്പോൾ അതെ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസ സ്നാനം സ്വീകരിക്കാം. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി, അഥവാ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനു മുമ്പ് എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി വാഗൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്നാനം സ്വീകരിക്കേണ്ടത്. അപ്രകാരം സ്വീകരിച്ചാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടത്? സത്യസഭയുടെ അംഗമായി തീർന്നു എന്നുള്ള ആ മുദ്ര ഇടുവാൻ വേണ്ടി. നാം വീണ്ടും ജനിച്ചാൽ മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ, അഥവാ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ പിതാവായ ദൈവം എഴുതി ചേർക്കുകയുള്ളൂ. അത് സ്വർഗീയമായിട്ട് വീണ്ടും ജനിച്ചാൽ മാത്രമേ സ്വർഗത്തിലെ ആത്മാവാകുന്ന, പിതാവിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. ആമേൻ. ആ പരിശുദ്ധാത്മാവിനാൽ നാം എന്ത് ചെയ്യണം? മുദ്ര ഇടപെടുവാൻ ഇടയാകണം. തീർന്നില്ല, ദൈവ കൽപ്പനകൾ അനുസരിക്കണം. 10 കൽപ്പനകളും നാം അനുസരിച്ച് 4-ാം കൽപ്പനയാകുന്ന വിശുദ്ധ സബത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ
ഇടയാകണം. സ്തോത്രം. ഇവിടെ പത്രോസ് ലീഗ 1 പത്രോസ് 3-ാം അധ്യായം അതിന് 21-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. അപ്പോൾ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാനിടയാകണം. മർക്കോസ് 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ എടുത്തു പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന്. സ്തോത്രം. അപ്പോൾ നോക്കണമേ, ബൈബിൾ പറയുന്നിരിക്കുന്ന ഒറ്റ സ്നാനം വിശ്വാസ സ്നാനം. ആമേൻ. ആ സ്നാനം സ്വീകരിക്കുന്നവര് രക്ഷിക്കപ്പെടും, സത്യസഭയുടെ അംഗമായി തീരും, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്രകാരം അത് സത്യസഭയുടെ അംഗമായി തീരുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ, അപ്രകാരം യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ സ്നാനത്തോടുകൂടി ആരൊക്കെ പങ്കാളികളായി തീർന്നുവോ അവരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അതേ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അവരെ ചേർക്കുവാൻ. അങ്ങനെയെങ്കിൽ അപ്രകാരം നിങ്ങൾ ദൈവകൽപ്പനയാകുന്ന ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൽപ്പനയാകുന്ന, അവിടുത്തെ നീതിയാകുന്ന, അവിടുത്തെ ആലോചനയാകുന്ന ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അവിടെയും ഈ സമയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭാരങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടഭാരത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നേരുന്നു. ആമേൻ.